നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, അൾട്ടിമേറ്റ് വിന്നറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിലവിൽ വന്നത് മുംബൈയിലാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിലവിൽ വന്നത്. അപ്പം രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിലവിൽ വന്നത് എവിടെയാണ്? മുംബൈയിലാണ് രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം നിലവിൽ വന്നത്. ഏത് വകുപ്പിന് വേണ്ടിയിട്ടാണ് K-സ്മാർട്ട് നിലവിൽ വന്നത്? സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടിയിട്ടാണ് K-സ്മാർട്ട് ആപ്പ് നിലവിൽ വന്നത്. ഏത് വകുപ്പിന് വേണ്ടിയിട്ടാണ് K-സ്മാർട്ട് ആപ്പ് നിലവിൽ വന്നത്? തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടിയിട്ടാണ് K-സ്മാർട്ട് ആപ്പ് നിലവിൽ വന്നത്. IBM നിർമ്മിത ബുദ്ധി രാജ്യത്തെ ആദ്യത്തെ ഹബ്ബ് ആരംഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ് IBMൻ്റെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ഹബ്ബ് ഇന്ത്യയിൽ ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ IBM നിർമ്മിത ബുദ്ധി രാജ്യത്തെ ആദ്യത്തെ ഹബ്ബ് ആരംഭിക്കുന്നത് എവിടെയാണ്? നമ്മുടെ സ്വന്തം കൊച്ചിയിലാണ്. അതിവേഗ യാത്രകൾ വാഗ്ദാനം ചെയ്യുന്ന ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2023 ഡിസംബർ 30 അതിവേഗ യാത്രകൾ വാഗ്ദാനം ചെയ്യുന്ന ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് തീവണ്ടികൾ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ രാജ്യത്തെ ആദ്യത്തെ അമൃത് ഭാരത് എക്സ്പ്രസ് ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2023 ഡിസംബർ 30. സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല കൊല്ലം ജില്ലയിലാണ്. സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല. അപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങിയ ജില്ല കൊല്ലം. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെ? 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് എവിടെയാണ്? അതെ, യുകെയിലാണ്. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത്. 2024 ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയത് യുകെയിലാണ്. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? കൊല്ലത്താണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? കൊല്ലത്താണ് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി. ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാണ് ഗബ്രിയേൽ അട്ടർ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായാണ് ഗബ്രിയേൽ അട്ടർ തിരഞ്ഞെടുക്കപ്പെട്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായാണ് ഗബ്രിയേൽ അട്ടർ തിരഞ്ഞെടുക്കപ്പെട്ടത്? ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി ആരാണ്? ഗബ്രിയേൽ അട്ടർ ആണ് ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രി. ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം. രാജ്യമാണ് ഇന്ത്യ മാറി. ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യയാണ് ലോകത്ത് ഏറ്റവും വലിയ റോഡ് ശൃംഖലയുള്ള രണ്ടാമത്തെ രാജ്യം. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എലിക്കുളം ഗ്രാമപഞ്ചായത്താണ്. വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ എത്തുന്നവരെ സഹായിക്കാൻ റോബോട്ടിനെ നിയമിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. 2024
ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ തുടർച്ചയായി 3-ാം തവണയും ലോകത്തെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് പാരീസാണ്. 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ തുടർച്ചയായി 3-ാം തവണയും ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ പാരീസാണ് 2024 ട്രാവലേഴ്സ് ചോയ്സ് പുരസ്കാരത്തിൽ തുടർച്ചയായി 3-ാം തവണയും ലോകത്തിലെ മികച്ച വിനോദസഞ്ചാര കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തൃശ്ശൂർ. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. 2024 കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത് തൃശ്ശൂർ. നമ്മുടെ സ്വന്തം തൃശ്ശൂരാണ് 2024 കേരള അന്താരാഷ്ട്ര കായിക ഉച്ചകോടിക്ക് വേദിയാകുന്നത്. രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാരിന് കീഴിൽ OTT പ്ലാറ്റ്ഫോം രൂപീകരിച്ചത് കേരളമാണ് രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാരിന് കീഴിൽ OTT പ്ലാറ്റ്ഫോം രൂപീകരിച്ചത്. അപ്പോൾ രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാരിന് കീഴിൽ OTT പ്ലാറ്റ്ഫോം രൂപീകരിച്ചത് ഏത് സംസ്ഥാനമാണ്? കേരളം. അപ്പോൾ കേരളം രൂപീകരിച്ച OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? സി സ്പേസ് എന്നാണ് രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാരിന് കീഴിൽ ആരംഭിച്ച OTT പ്ലാറ്റ്ഫോമിൻ്റെ പേര്. അത് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ് രാജ്യത്ത് ആദ്യമായി ഒരു സർക്കാരിന് കീഴിൽ OTT പ്ലാറ്റ്ഫോം രൂപീകരിച്ചത്. ആ OTT പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് സി സ്പേസ്. 27ാമത് ദേശീയ യുവജനോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? നാസിക്ക് മഹാരാഷ്ട്രയിലുള്ള നാസിക്കിലാണ് 27ാമത് ദേശീയ യുവജനോത്സവത്തിൻ്റെ വേദി. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. 27ാമത് ദേശീയ യുവജനോത്സവത്തിൻ്റെ വേദി എവിടെയാണ്? നാസിക്ക് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ നാസിക്കിലാണ് 27ാമത് ദേശീയ യുവജനോത്സവത്തിൻ്റെ വേദി. അടുത്തിടെ നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യം ഏതാണ്? അമേരിക്കയാണ് അടുത്തിടെ നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് അനുമതി നൽകിയ രാജ്യം. ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദം. അപ്പോൾ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 226. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. മനസ്സിരുത്തി പഠിച്ചോളുക. PSC പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുവാൻ അധികാരം നൽകുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 226. ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. 2024 ജനുവരിയിൽ ഗവേഷകർ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം കണ്ടെത്തിയത് എവിടെയാണ്? ന്യൂയോർക്കിലാണ് 2024 ജനുവരിയിൽ ഗവേഷകർ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം കണ്ടെത്തിയത്. അപ്പം 2024 ജനുവരിയിൽ ഗവേഷകർ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം കണ്ടെത്തിയത് എവിടെയാണ്? ന്യൂയോർക്കിലാണ് 2024 ജനുവരിയിൽ ഗവേഷകർ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ വനം കണ്ടെത്തിയത്. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത്തെ ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ഉഗാണ്ടയിൽ വെച്ചാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത്തെ ഉച്ചകോടി നടക്കുന്നത്. ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത്തെ ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? ഉഗാണ്ടയിൽ വെച്ചിട്ടാണ് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ 19ാമത്തെ ഉച്ചകോടി നടക്കുന്നത്. 2024 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 80. വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഒക്കെ PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. 2024 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80 ആണ്. 2024 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഹെയ്ൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 80. 2023 മാഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഡോക്ടർ ആരാണ്? ഡോക്ടർ രവി കണ്ണൻ. 2023 മാഗ്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ ഡോക്ടർ രവി കണ്ണൻ. ഡോക്ടർ രവി കണ്ണനാണ് 2023 മാഗ്സസെ പുരസ്കാരം നേടിയത്.
2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി എവിടെയാണ്? ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയിൽ വെച്ചാണ് 2024 അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് വേദി. ദക്ഷിണാഫ്രിക്ക. 2024 അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് വേദി ദക്ഷിണാഫ്രിക്കയാണ്. ദക്ഷിണാഫ്രിക്ക. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? എറണാകുളം. എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം. എറണാകുളം ജില്ലയിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ചെറുകുടൽ. ചെറുകുടലിൽ വെച്ചാണ് പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്. മനുഷ്യ ശരീരത്തിൽ അന്നപഥത്തിലെ ഏത് ഭാഗമാണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നത്? ചെറുകുടൽ. ചെറുകുടലിൽ വെച്ചാണ്. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853. 1853 ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്നത്. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853. 1853. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. അപ്പം സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണെന്നാണ് പറയുന്നത്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. ഇത് വേറൊരു ഓപ്ഷൻ തന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊള്ളുക. സഹകരണ ബാങ്കുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സഹകരണം, സ്വയം സഹായം, പരസ്പര സഹായം. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിൻ ഡി. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡി ആണ് സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നത്. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം 2017. കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ്? 2017. 2017 കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തത്. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേര് ഖാദർ. ഖാദർ. സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേരാണ് ഖാദർ. ഖാദർ എന്നാണ് സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത്. ഖാദർ. ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം ഏതാണ്? സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം. ഭൂമിയിലെ മാത്രമല്ല സൗരയൂഥത്തിലെ മൊത്തം ഊർജത്തിൻ്റെയും ഉറവിടം ഏതാണ്? സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടം. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയായിരുന്നു ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ. കേരള സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ഏത് സ്കൂളിലാണ്? GVHSS വിതുര. അപ്പോൾ GVHSS വിതുരയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി ബാലാവകാശ ക്ലബിന് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ GVHSS വിതുര. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേര് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരെന്താണ്? റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയ്ക്ക് പറയുന്ന പേരാണ് റാഡ്ക്ലിഫ് രേഖ. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിക്കപ്പെടുന്നത് ആരെയാണ്? പഴശ്ശിരാജ. വീരകേരള സിംഹം എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ വിശേഷിക്കപ്പെടുന്നത് പഴശ്ശിരാജയാണ് വീരകേരള സിംഹം എന്ന് അറിയപ്പെടുന്നത്. ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ് ഊർജത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ജൂളാണ് ഊർജത്തിൻ്റെ യൂണിറ്റ്. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാമാണ്? കാർഷിക, വ്യവസായ, സേവന മേഖലകളിൽ നിന്നും ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകൾ ഏതെല്ലാമാണ്? കാർഷിക, വ്യവസായ, സേവന മേഖലകൾ. ദേശീയ വരുമാനം ലഭിക്കുന്ന മേഖലകളാണ് കാർഷിക, വ്യവസായ, സേവന മേഖലകൾ.
സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? മഹാത്മാ അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. അപ്പോൾ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്നാണെന്നാണ് പറഞ്ഞത്? 1950 ജനുവരി 24. 1950 ജനുവരി 24. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്? നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്നു, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഇവ രണ്ടും സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജനയാണ്. അപ്പോൾ നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം ലഭിക്കുന്നു, സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നിവ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം എത്രയാണ്? 3:2. ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം 3:2 ആണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവിൻ്റെ അംശബന്ധം. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം എവിടെയാണ്? തിരുനെൽവേലിയിലാണ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ചത്. വീരപാണ്ഡ്യ കട്ടബൊമ്മൻ കലാപം നയിച്ച സ്ഥലം ഏതാണ്? തിരുനെൽവേലിക്കാരനായിരുന്നു വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതിയെ പറയുന്ന പേര് ഹൈഡ്രോപോണിക്സ് ആണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി. മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി ഏതാണ്? ഹൈഡ്രോപോണിക്സ് ആണ് മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന രീതി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. ഏതു വർഷം മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? 1996. 1996 മുതലാണ് കേരള സർക്കാർ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്. ഏത് വർഷം മുതലാണ്? 1996. 1996 മുതലാണ് കേരള സർക്കാർ വായനാ ദിനമായി ജൂൺ 19 ആചരിക്കുന്നത്. COVID-19 രോഗത്തിന് കാരണം ഏത് വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മജീവിയായിരുന്നു? വൈറസ് ഇൻഫെക്ഷൻ ആയിരുന്നു കോവിഡ്-19 ഒരു വൈറസ് രോഗമായിരുന്നു. അപ്പോൾ COVID-19 എന്ത് രോഗമായിരുന്നു? വൈറസ് രോഗമായിരുന്നു COVID-19. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഒരു സങ്കര ഇനം തക്കാളിയാണ് അക്ഷയ എന്നത് ഒരു സങ്കര ഇനം തക്കാളിയുടെ പേരാണ്. അപ്പോൾ ഒരു സങ്കര ഇനം തക്കാളിയുടെ പേരെന്താണ്? അക്ഷയാണ് ഒരു സങ്കര ഇനം തക്കാളി. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. 1809 വേലുത്തമ്പി ദളവയാണ് കുണ്ടറ വിളംബരം നടത്തിയത്. കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. കുണ്ടറ വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി ദളവ. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത്. തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണെന്ന്? കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത്. കാസർഗോഡ്. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലം
കാൺപൂർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലമാണ് കാൺപൂർ. കാൺപൂരിലാണ് 1857 നാനാ സാഹിബ് കലാപം നയിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പലതവണ പറഞ്ഞു പഠിക്കുക. 1857 നാനാ സാഹിബ് കലാപം നയിച്ച സ്ഥലമാണ് കാൺപൂർ. കാൺപൂരിൽ നയിച്ചത് നാനാ സാഹിബ്. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലതു ചുമലിൽ സ്ഥാനത്ത് കാണപ്പെടുന്ന ചുവന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്ക്. PSC ഒരു 1000 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ് കലാമിൻ എന്നത് സിങ്ക് ലോഹത്തിൻ്റെ അയിരാണ്. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത്. പണ്ഡിറ്റ് KP കറുപ്പൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ് ജാതിക്കുമ്മി എന്ന കവിത രചിച്ചത്. ചുവടെ നൽകിയതിൽ നിന്ന് ഏകാറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണം കണ്ടെത്തുക എന്നുള്ളതാണ്. ഹീലിയം ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. ഹീലിയം എന്നത് ഒരു ഏകാറ്റോമിക തന്മാത്രയാണ്. കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കറാണ് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആരാണ്? ആർ ശങ്കർ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് ഏതാണ്? മാട്ടുപ്പെട്ടി. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ട് മാട്ടുപ്പെട്ടി ഡാമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം, മാട്ടുപ്പെട്ടി. കല്ലുമാല സമരം നടത്തിയത് ആരാണ്? അയ്യങ്കാളി. കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളി. മഹാത്മാ അയ്യങ്കാളിയാണ് കല്ലുമാല സമരം നടത്തിയത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? സംവഹനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ അറിയപ്പെടുന്ന പേരാണ് സംവഹനം. ക്വിറ്റ് ഇന്ത്യ സമരനായികയെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? അരുണ ആസിഫ് അലിയെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്താണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ ആസിഫ് അലിയെയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലമാണ് പയ്യന്നൂരായിരുന്നു കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂരായിരുന്നു കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അപ്പോൾ വയോമധുരം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി. അപ്പോൾ വയോമധുരം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം പദ്ധതി. ശ്രീരംഗം പട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്
ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനാണ് ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ നാട്ടുരാജാവ്. കേരളത്തിൽ 100 കിലോമീറ്ററിലേറെ നീളമുള്ള എത്ര നദികളാണ് ഉള്ളത്? 11 നദികൾ. കേരളത്തിൽ 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള 11 നദികളാണ് ഉള്ളത്. കേരളത്തിൽ 100 കിലോമീറ്ററിൽ അധികം നീളമുള്ള 11 നദികളാണ് ഉള്ളത്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തെന്മല. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നെൽച്ചെടിയിലെ പരാഗണകാരി ഏതാണ്? കാറ്റ് മൂലം പരാഗണം നടക്കുന്ന ഒരു സസ്യമാണ് നെല്ല്. നെൽച്ചെടിയിലെ പരാഗണകാരിയാണ് കാറ്റ്. നെൽച്ചെടിയുടെ പരാഗണകാരി കാറ്റാണ്. കാറ്റ് മൂലം പരാഗണം നടക്കുന്ന ഒരു സസ്യമാണ് നെൽച്ചെടി. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് നിലവിൽ വന്നത് തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് നിലവിൽ വന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനമാണ് ഊഞ്ഞാലിൻ്റെ ചലനം. അപ്പോൾ ഊഞ്ഞാലിൻ്റെ ചലനം ഒരു ദോലന ചലനമാണ്. ദോലന ചലനത്തിന് ഉദാഹരണമാണ് ഊഞ്ഞാലിൻ്റെ ചലനം. ഊഞ്ഞാലിൻ്റെ ചലനം ഒരു ദോലന ചലനമാണ്. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിഭായി. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി. റാണി ഗൗരി ലക്ഷ്മിഭായിയാണ് തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി. തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരിയാണ് റാണി ഗൗരി ലക്ഷ്മിഭായി. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ എന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് പിംഗലി വെങ്കയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? ജസ്റ്റിസ് രംഗനാഥ മിശ്രയായിരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? ഡെസിബൽ ആണ് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ശബ്ദത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ ആണ് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ ആണ് ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ഒരു ജില്ലയാണ് ഇടുക്കി. പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്ന ജില്ല ഇടുക്കി ജില്ലയിലാണ് പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്നത്. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ കടുവാ സങ്കേതം നിലകൊള്ളുന്നത്. ഒരു സദിശ അളവിന് ഉദാഹരണമാണ് ത്വരണം. ഒരു സദിശ അളവിന് ഉദാഹരണമാണ്. ഒരു സദിശ അളവിന് ഉദാഹരണം ഏതാണ്? ത്വരണം ഒരു സദിശ അളവിന് ഉദാഹരണമാണ്. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഉണ്ട്? 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് കേരളത്തിൽ ഉള്ളത്. കേരളത്തിൽ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് ഉള്ളത്. കേരളത്തിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളാണുള്ളത്? കേരളത്തിൽ 6 മുനിസിപ്പൽ കോർപ്പറേഷനുകളാണ് ഉള്ളത്. കേരളത്തിലുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ എണ്ണം 6 ആണ് കേരളത്തിലുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുകളുടെ എണ്ണം. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ടയാണ് ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം. ഇന്ത്യയുടെ ഏക ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമാണ് ശ്രീഹരിക്കോട്ട. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശമാണ് റെയ്ച്ചൂറാണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? റെയ്ച്ചൂറാണ് ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം.
വരയുടെ പരമേശ്വരൻ എന്ന് VKN വിശേഷിപ്പിച്ചത് ആരെയാണ്? KM വാസുദേവൻ നമ്പൂതിരിയെ. അപ്പോൾ വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് KM വാസുദേവൻ നമ്പൂതിരിയെയാണ്. KM ആർട്ടിസ്റ്റ് നമ്പൂതിരി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അദ്ദേഹമാണ് KM വാസുദേവൻ നമ്പൂതിരി. വരയുടെ പരമശിവൻ എന്ന് VKN വിശേഷിപ്പിച്ചത് KM വാസുദേവൻ നമ്പൂതിരിയെയാണ്. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. രേഖാംശ രേഖകൾ. അപ്പോൾ രേഖാംശ രേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. രേഖാംശ രേഖകൾ. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയയാണ് സംവഹനം. കടൽക്കാറ്റ് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന താപപ്രക്രിയയാണ് സംവഹനം. സംവഹനം മൂലമാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം കാണപ്പെടുന്നത്? ഹൃദയം. ഹൃദയം ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഇരട്ട സ്തരമാണ് പെരികാർഡിയം. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്ത് കാണപ്പെടുന്നതാണ് പെരികാർഡിയം? ഹൃദയത്തെ സംരക്ഷിക്കുന്നത് പെരികാർഡിയം. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത ഒരു രോഗമാണ് കുഷ്ഠം. സ്പർശനത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ്. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത ഒരു രോഗം ഏതാണ്? കുഷ്ഠം. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചതാര്? ദീനബന്ധുമിത്ര. PSC പലതവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ദീനബന്ധുമിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകത്തിൻ്റെ രചയിതാവ്. മൗലിക ചുമതലകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ്? 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക ചുമതലകൾ അല്ലെങ്കിൽ മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്തത്. 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിന് അംഗീകാരം ലഭിച്ച വർഷം 2009. 2009 ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി ഗംഗാ ഡോൾഫിനെ അംഗീകരിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഗംഗാ ഡോൾഫിൻ. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. 2009 ഈ പദവി ഗംഗാ ഡോൾഫിന് ലഭിച്ചത്. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ. സുഹൃത്തുക്കളെ, അപ്പോൾ ഹോട്ട് ടോപ്പിക് എന്ന സെഗ്മെൻറ്റിലെ ഫസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക. മറ്റൊരു നല്ല വീഡിയോയുമായി കാണും വരേക്കും ഗുഡ് ബൈ.